എലമെന്റ്സ് ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെ കെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചിയാൻ വിക്രത്തിന്റെ വീരസുരാദേശോന്തം. വീരധീരസൂരൻ. നമ്മൾ ഇതിന്റെ എന്തോ ഒരു സാധനം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ അല്ല, ഇതിപ്പോ വന്നിരിക്കുന്ന ടീസർ ആണ് വന്നിരിക്കണേ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ആ ഒരു തങ്കലാന്റെ ടൈമിലായിരുന്നു തോന്നുന്നത് അല്ലേ? ആ സമയത്തായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തോ ഒരു മഹാന്റെ വൈബൊക്കെ കിട്ടിയതൊക്കെ നാടൻ പശ്ചാത്തലം, പ്രത്യേകിച്ച് മുണ്ട കൊടുത്ത് വന്നിട്ട് ആ ഒരു എന്തോ ബോംബാ എന്തോ ഉണ്ടാക്കിയിട്ട് എന്തോ അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അരുൺകുമാറാണ് ഡയറക്ടർ. അരുൺകുമാർ എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ സിദ്ധാർത്ഥന്റെ ഒരു പടമില്ലേ ഇപ്പൊ റീസെന്റ് ഭയങ്കര ഹിറ്റ് ആയത് തമിഴില്, അദ്ദേഹം മറ്റേ കുട്ടിയൊക്കെ ഉള്ളത് പാട്ടൊക്കെ, ആ മൂവിയുടെ ഡയറക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ മൂവിയുടെ പേര്. ജി പ്രകാശാണ് മ്യൂസിക് ഡയറക്ടർ. ജി പ്രകാശാണ് മ്യൂസിക് ഡയറക്ടർ. പിന്നെ അതുപോലെ തന്നെ നമ്മള് സുരാജ് വെഞ്ഞാറമൂട് പടത്തിൽ അഭിനയിക്കുന്നു. മൂന്നാമത്തെ പേരാട്ടോ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഫസ്റ്റ് ചിയാൻ വിക്രം, പിന്നെ എസ്.ജെ. സൂര്യ, മൂന്നാമത്തേതാണ് സുരാജ് വെഞ്ഞാറമൂട് ആ ചേട്ടന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്തോ നല്ല ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനകത്ത് നായികമാരെ ഒന്നും അധികം മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നാലാമത് കൊടുത്തത് ദസറ വിജയ് എന്ന് പറഞ്ഞ ആളെ. കുറച്ചും കൂടി ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സംഭവം നമുക്ക് കാണാം. പിന്നെ ആ ഒരു ഡയറക്ടറിന്റെ പടമായതുകൊണ്ട് ചിലപ്പം ചിയാൻ വിക്രത്തിന് പറ്റിയൊരു സിനിമ ആയിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ് സാധനങ്ങളൊക്കെ നമുക്കറിയാലോ, അദ്ദേഹം നന്നായിട്ട് ആക്ട് ചെയ്യുന്ന പടമായിരുന്നു തങ്കലാനായിരുന്നു. പക്ഷെ തങ്കലാന നല്ല ഹിറ്റ് പടമായിരുന്നു. തങ്കലാന എനിക്ക് തോന്നുന്നു ഒരു തിയേറ്ററിൽ അത്ര വലിയ ഹിറ്റ് ആയില്ല. കുറച്ചുപേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചാല് അടുത്ത ഒരു ചിയാൻ വിക്രം പടം കണ്ടൊരു ഫീൽ ഇല്ല ഇല്ലേ? കുറെ നാളായിട്ട് എന്താ പറയാ വിക്രം മൂവീസ് കണ്ടിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് ശരിക്കും. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ലാസ്റ്റ് മഹാൻ തന്നെ, മറ്റേ പടം. അതിന്റെ അല്ലാണ്ട് വേറൊന്നും ഒരു ഇല്ല. അതിനുശേഷമാണെങ്കിൽ മറ്റേ സംഭവം വന്നില്ലായിരുന്നോ, മൺരത്നം പടം? അതിന്റെ അകത്തൊന്നും അങ്ങനെ കണ്ടില്ല, ഓർത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വിട്ടു. കാരണം യൂഷ്വലി അദ്ദേഹത്തിന്റെ പടം അങ്ങനെയല്ല. കാരണം നമ്മൾ ചിയാൻ വിക്രത്തിന്റെ ഒരു പടം കണ്ടു കഴിഞ്ഞാല് കുറെ നാള് ചിലപ്പോ ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു സംഭവത്തിനകത്ത് എന്തുകൊണ്ടാന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം നമ്മൾ ഓർത്തിരിക്കുന്നില്ല അല്ലേ? കുറെ എന്തായാലും ഇതിനകത്ത് ഓർത്തിരിക്കാൻ നോക്കണ്ടോ? കട കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു കട. പോലീസ് തന്നെ സുരാജേട്ടൻ കലിപ്പാണ്. അത്യാവശ്യം നല്ല സംഭവം ഉണ്ട്. പക്ഷെ നല്ല ലുക്ക്. ഞാനല്ല ബോംബിന്റെ എന്തോ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. പാർട്ട് 2 എഴുതിയേക്കണവിടെ. എലമെന്റ്സ് ഉണ്ടല്ലോ. പാർട്ട് 2 അല്ലേ? പാർട്ട് 2 ആണല്ലോ കാണിക്കുന്നത് ഫസ്റ്റ്. അപ്പൊ പാർട്ട് 1 എന്തുകൊണ്ട്? പിന്നെ അന്ന് കാണിച്ചപ്പോഴും ഒരു ഗ്ലിംസോത്സാരം കാണിച്ചില്ലേ, അതില് ആള് എന്താ പറയാ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. കടയൊക്കെ നടത്തി പാവായിട്ട്. പക്ഷെ ആരോ വന്ന് ചൊറിയുന്ന സമയത്ത് വേഗം തോക്കെടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ കണ്ട സമയത്താണ് ഞാൻ ഓർക്കുന്നത്. ആ കട കാണിച്ചപ്പോ മെയിനായിട്ട് അതായത് എന്താ പറയാ എന്തൊക്കെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് അവസാനം സംഭവം ഉണ്ട് അതിനകത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ആ ഒരു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പാർട്ടിൽ ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളായിരിക്കും. പാസ്റ്റ് എന്തോ അതായിരിക്കും പാർട്ട് 1. ചിലപ്പോ യൂഷ്വലി എല്ലായിടത്തും പാർട്ട് 1 അങ്ങനെ കഴിഞ്ഞിട്ടില്ലേ പാർട്ട് 2 വരാറ്. അല്ല, ചില സിനിമയിൽ മറ്റേ പോലെയും കാണിക്കില്ല. ഇപ്പൊ പാർട്ട് 2 ഫസ്റ്റ് അല്ല ഒരു സിനിമയിൽ ഇപ്പൊ നമ്മുടെ തെറിയന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫസ്റ്റ് ആ ഒരു പാവം പിടിച്ച ഒരാളെ കാണിച്ച് പെട്ടെന്ന് ആള് ചൊറിയുമ്പോ ആരും ഇറക്കാറില്ല. ഇല്ല അങ്ങനെ ഇറക്കാറില്ല. അല്ല, ആ മൂവിന്റെ അകത്ത് രണ്ടും ഒരുമിച്ച് കാണിക്കും.
പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഫസ്റ്റ് നോർമൽ ആയിട്ടുള്ള ആളായിട്ടും കാണിക്കാം, പക്ഷെ പിന്നെ ചൊറിഞ്ഞു വരുന്ന സമയത്ത് ആള് പ്രതികരിക്കുന്ന എന്തെങ്കിലായിരിക്കും. പക്ഷെ ആ എലമെന്റ്സ് ഒക്കെ നന്നായിരുന്നു കേട്ടോ, മുണ്ടിന്റെ ഒക്കെ. അതുകൊണ്ടാണ് നമുക്ക് മഹാന്റെ വൈബ് അടിച്ചത് കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന് ആ ക്യാരക്ടറൈസേഷൻ ആൻഡ് ഓൾസോ ആ ഒരു ഡെപ്ത്നെസ് ഭയങ്കരമായിട്ട്. പിന്നെ ആണെങ്കിൽ പുള്ളിക്കാരനിൽ ഓറിയന്റഡ് ആണ് കുറച്ച് ഇല്ലേ. പിന്നെ ആണെങ്കിൽ എസ് ജെ സൂര്യയും പിന്നെ സുരാജ് ചേട്ടനൊക്കെ ആണെങ്കിൽ അവരൊക്കെ വേറെ ഒരു ഇത് ആ ഒരു യൂഷ്വലി ഒരു ചെറിയൊരു ഹ്യൂമർ എലമെന്റ് ഒക്കെ ഉണ്ടാവാറില്ല. സുരാജ് ചേട്ടനാണെങ്കിൽ പക്ക മറ്റേ ആ ഒരു കലിപ്പ് ഇതിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് പെട്ടെന്ന് കണ്ട സമയത്ത് ആ ഒരു പെട്ടെന്ന് ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പോലെ തോന്നിയായിരുന്നു. ഒരു ദിവസം നടക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളുടെ നൈറ്റ് സ്റ്റോറി. കാരണം അധികം ഡേ സംഭവം അധികം കാണിച്ചില്ലല്ലോ ഇതിനകത്ത് ഇല്ലേ. കൂടുതൽ ഒരു നൈറ്റ് മോഡ്. നമ്മളെ മറ്റേ പടമൊക്കെ പോലെയാണ് ഈ അജഗജാന്തരൊക്കെ പോലെ അധികം ഡേ. അതിനകത്ത് അങ്ങനെയല്ല, ഒരു ദിവസത്തെ കഥയല്ലേ കാണിക്കുന്നത്. എന്തോ ഫംഗ്ഷൻ ആയി കാണിക്കുന്നില്ലേ അവിടെ, നല്ല ഡ്രസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു നൈറ്റ് വൈബ് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഡിഫറെന്റ് അല്ലെ, ആ ഒരു ജോണറിൽ നമ്മൾക്ക് ആ ടീസർ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കട്ട പാസ്റ്റ് കാണിക്കാനുണ്ട്, അത് കാണിക്കുന്നില്ല. ഇത് സക്സസ് ആയാൽ അത് കാണിക്കാന്ന് വിചാരിച്ചാണ്. ചിലപ്പോ കുറച്ചും കൂടി മാസ് എലമെന്റ് വരാനായിരിക്കും, റിയലിസ്റ്റിക് മാസിനുള്ള സാധ്യത കൂടുതൽ. ഒരു റിയലിസ്റ്റിക് വൈബ് ഉണ്ടായിരുന്നു. അധികം ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയലോഗ് ഉണ്ടായിരുന്നു കാണിച്ചില്ല എന്നൊന്നും. പിന്നെ അത് മാത്രല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം, അത്രയും നല്ല ലുക്കിൽ വന്നിട്ട് ആ നല്ല നല്ല മുണ്ട് നല്ല ഷർട്ടൊക്കെ ഇട്ടില്ല, ഒരു കല്യാണ വൈബിൽ വരുന്നില്ല. എന്നിട്ട് വന്നിട്ട് ബോംബ് എടുത്തിട്ട് എറിയുന്നത് അത് അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കടയിൽ നിന്നും കാണിച്ചത്. അതിലൊരു ഭയങ്കര റിയലിസ്റ്റിക് സാധനം ഉണ്ട്, എന്തൊക്കെയോ ഒരു സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.